പരമകാരുണികനായ കർത്താവിന്റെ ധന്യ നാമത്തെ സ്തുതിക്കുന്നു. ആദരണീയരായ കർത്താവിന്റെ ദാസീദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ. പിന്നെയും ചില ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നമുക്കൊരുമിച്ച് തിരുവെഴുത്തുകളുമായി തിരുസന്നിധിയിലായിരിക്കാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യേ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസന്മാരെയും കൂടി വന്ന് കൂട്ടായ്മ കാണിച്ച നിങ്ങളേവരെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യട്ടെ. വെളിപ്പാട് പുസ്തക പഠനം നാം അതിന്റെ 9-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ കാഹളനാദ ന്യായവിധിയുടെ 2-ാമത്തെ കഷ്ടത്തിന്റെ അവസ്ഥയിലാണ് പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുന്നത്. 9-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ച് 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ് ഈ ഒടുവിലത്തെ 3 കാഹളനാദങ്ങളുടെ, വിശേഷാൽ 7-ാമത്തെ മുദ്ര പൊട്ടിച്ചതിന് ശേഷമുള്ള 7 കാഹളനാദ ന്യായവിധികളുടെ വിശദീകരണമുള്ള ഭാഗങ്ങൾ. അതിൽ 9-ാം അധ്യായം മുതലാണ് ഒടുവിലത്തെ 3 കാഹള ന്യായവിധികൾ നാം കാണുന്നത്. നാം കണ്ടു 7-ാമത്തെ അധ്യായത്തിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ജാതികളുടെ ഇടയിൽ നിന്നും മഹാപീഡനകാലത്ത് ദൈവത്തിനായി വേർതിരിയപ്പെടുന്ന വിശുദ്ധന്മാരും രക്തസാക്ഷികളുമായവരെ, വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നാം 2 സാക്ഷികളുടെ ശുശ്രൂഷയെക്കുറിച്ച് കാണുന്നുണ്ട്. നമ്മൾ അവിടേക്ക് വരുന്നതേ ഉള്ളല്ലോ. എന്നാൽ അവരുടെ ശുശ്രൂഷയാണ് 11-ാം അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഏറ്റവും ആദ്യം ഉള്ളത്. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ ക്രിസ്തുവിലേക്കുള്ള ചേർക്കപ്പെടലും അഥവാ ഉൽപ്രാപണവും കഴിഞ്ഞിട്ട് ഭൂമിയിൽ ഏതാണ്ട് 2 കാര്യങ്ങളാണ് ഒരേ സമയം സമാന്തരമായിട്ട് തുടങ്ങുന്നത്. ഒന്ന്, എതിർക്രിസ്തുവിന്റെ ഭരണവും. 2, ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷയും. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ നമുക്ക് എഴുതി തന്നിരിക്കുന്നത് സംഭവിച്ച കാലക്രമമനുസരിച്ചല്ല, ക്രോണോളജിക്കലായിട്ടല്ല നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ റെക്കോർഡ്സ്, രേഖകൾ ഉള്ളത്. The Lord Jesus comes down from the heaven, the church getting raptured unto himself. Soon after that, 2 things parallelly begin here down on earth. One, the reign of Antichrist. Otherwise, the commencement of the 70th week, or the beginning of tribulation. Okay. And second, ministry of the 2 witnesses recorded in chapter 11. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. സഭ ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുന്നു. അതേ തുടർന്ന് സഭ എടുക്കപ്പെട്ട ഈ ബാക്കി
ഭൂമിയുള്ള ഭൂവാസികൾക്കിടയിൽ രണ്ട് കാര്യങ്ങൾ സമാന്തരമായി നടക്കുന്നു. ഒന്ന് സാത്താന്റേതും മറ്റൊന്ന് ദൈവത്തിൻ്റെതും. ഈ സാത്താന്റേതും എന്ന് പറയുമ്പോൾ സാത്താൻ അല്ല ആ കാര്യങ്ങളെ ആവിഷ്കരിച്ചിരിക്കുന്നതും പദ്ധതിയിട്ട് നടപ്പിലാക്കുന്നതും ദൈവം തന്നെയാണ്. പക്ഷേ സാത്താനെയും അവന്റെ കുറെ കാര്യങ്ങളെയും ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ടും കൂടെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ആ കാര്യം വ്യക്തമാണല്ലോ. സ്തോത്രം. സഭ എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ രണ്ട് കാര്യങ്ങൾ സമാന്തരമായിട്ട് തുടങ്ങുന്നു. സമാന്തരമായിട്ട്, പാരലായിട്ട് തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ ദിവസം തന്നെ തുടങ്ങണമെന്നില്ല. മണിക്കൂറുകളുടെയോ ചിലപ്പോൾ ദിവസങ്ങളുടെയോ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളുടെയോ വ്യത്യാസം വന്നേക്കാം. പക്ഷെ അധിക കാലതാമസമില്ലാതെയായിരിക്കും രണ്ടും തുടങ്ങുക. ഒന്ന് 70-ാം ആഴ്ചവട്ടം അല്ലെങ്കിൽ പീഡനകാലം അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ ഭരണം ആരംഭിക്കുന്നു. മറ്റൊന്ന് വെളിപ്പാട് 11-ാം അധ്യായത്തിൽ പറയുന്ന രണ്ട് സാക്ഷികളുടെ 3.5 വർഷം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും ഏകദേശം ഒരേ സമയം പാരലായിട്ട് സമാന്തരമായിട്ട് തുടങ്ങുന്നെന്ന് പറഞ്ഞത്. എതിർക്രിസ്തുവിന്റെ ഭരണത്തെ നമുക്ക് സാത്താന്യമെന്ന് വിളിക്കാമെങ്കിലും ആ പദ്ധതിക്ക് പിറകിലും സാത്താൻ അല്ല ഉള്ളത്, ദൈവമാണ്. എതിർക്രിസ്തുവിനെ ഭൂമിയിൽ വാഴുവാൻ വേണ്ടി അനുവദിക്കുന്നതും അവന്റെ കൈകളിലേക്ക് ഭൂമിയിലെ പലതിനെയും, യഹൂദന്മാർ ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹത്തെയും പലതും ചെയ്യുവാനുള്ള ഭരണത്തെയും പോലും കൈമാറുന്നതും ദൈവം തന്നെയാണ്. അതിൻ്റെ പദ്ധതി ആവിഷ്കരിക്കുന്നത് സാത്താൻ അല്ല. പദ്ധതിയുടെ, പരിപാടിയുടെ ആവിഷ്കരണം, അതിൻ്റെ ഓർഗനൈസിങ്, അതിൻ്റെ പ്ലാനിങ്, അതിൻ്റെ പർപ്പസിങ് അത് ദൈവം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ അതിലെ ചില റോളുകൾ ആരെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം? സാത്താനെ, അല്ലെങ്കിൽ സാത്താന്യ സംഘത്തെ. എതിർക്രിസ്തു അതിൽ ഒരുവനാണ്. അത് പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 9-ാം അധ്യായം മുതൽ, 6-ാം അധ്യായം മുതലേ ഉണ്ട്, പക്ഷെ പ്രത്യേകിച്ച് 9-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്ന ദുരാത്മ സംഘങ്ങൾ. 9-ൽ നമ്മളിപ്പോൾ 6-ാം കാഹളം ഊതിയപ്പോൾ 4 ദൂതന്മാരെ അഴിച്ചുവിടുന്നതും ഒക്കെ കാണുന്നത് അത് തന്നെയാണ്. എന്താ കാണുന്നത്? സാത്താനെയും അവന്റെ പദ്ധതികളെയും ദൈവം ദൈവത്തിന്റെ ഉദ്ദേശ നിവർത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ദാറ്റ് God is trusting the devil for fulfillment of God's purposes. Got it? God is not trusting the devil, but God as the supreme authority, God as the supreme commandant, he is making use of them. ദൈവം ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി സാത്താനെയും സാത്താന്യ ആവിഷ്കാരങ്ങളെയും ആശ്രയിക്കുന്നെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വേണമെങ്കിൽ ദൈവവിരോധികൾ അങ്ങനെയും പറഞ്ഞു പിടിപ്പിക്കാം.
ദൈവം സാത്താനെ പോലും ആശ്രയിക്കുന്നു. നോ, ദൈവം അവയെ ആശ്രയിക്കുകയല്ല. പകരം ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി അവയെ പോലും ദൈവം കരുക്കളാക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. സാത്താന്യ ശക്തികൾ പോലും ദൈവത്തെ അനുസരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും വെളിപ്പെടുന്നത് ദൈവാശ്രയമല്ല, ദൈവം ആശ്രയിക്കുന്നതിനെ അല്ല, പകരം ദൈവത്തിന്റെ പരമാധികാരമാണ്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ? സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികളെ പൂർത്തീകരിപ്പാൻ ദൈവം ഇവിടെ സാത്താനെയും അവന്റെ സംഘത്തെയും പോലും ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ അവന്റെ നാശത്തിനായി അവനെ തന്നെ ദൈവം ഉപയോഗിക്കുന്നു. അവിടെയാണ് ദൈവത്തിന്റെ പരമാധികാരം വെളിപ്പെടുന്നത്. സ്തോത്രം. God is using even the systems of Satan to destroy the devil and all his developments. സാത്താനെയും അവന്റെ പദ്ധതികളെയും തകിടം മറിക്കാൻ അവനെ തന്നെ ദൈവം ഉപയോഗിക്കുന്നു. അവനെ കൊണ്ട് തന്നെ ദൈവം അവന്റെ പദ്ധതികളെ പൊളിച്ചടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. പുതിയ നിയമത്തിൽ അതിനുള്ള ഒന്ന് രണ്ട് തെളിവുകളാണ്. ദൈവം പൗലോസിനെ വിശുദ്ധിയിൽ നിലനിർത്താൻ വേണ്ടി കുത്തുവാൻ സാത്താന്റെ ദൂതനെ ഏൽപ്പിക്കുന്ന കാര്യം. മറ്റൊന്ന്, കൊരിന്ത്യ സഭയിൽ പാപം ചെയ്തവന്റെ ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുന്ന കാര്യവും. അപ്പൊ സാത്താനാണ് ചെയ്യുന്നതെങ്കിലും പ്രയോജനം ദൈവത്തിന്. സ്തോത്രം. പ്രയോജനം ദൈവത്തിന്. ലാഭം ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും. സ്തോത്രം. അപ്പം അങ്ങനെ അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിന്റെ അധികാരത്തിൽപ്പെടുന്നത്. അതാണ് നാം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു വന്നത്, ദൈവസഭ എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ ഇത് രണ്ടും, എതിർക്രിസ്തുവിന്റെ ഭരണവും രണ്ട് സാക്ഷികളുടെ, ദൈവം അയക്കുന്ന രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷയും സമാന്തരമായി പോകുന്നു. ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെടുന്നവരോ ദൈവത്തിനായി സമർപ്പിക്കപ്പെടുന്നവരോ ആകാം. 7-ാം അധ്യായം 1 തൊട്ട് 8 വരെ നമ്മൾ കാണുന്ന 1,44,000 മുദ്രിത ഗണം. രണ്ട് സാക്ഷികളുടെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ ഫലത്താൽ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട് ഇറങ്ങുന്നവരാകാം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഇസ്രായേൽ ഗോത്രങ്ങളിലെ 144,000 മുദ്രിതർ. അവരെ കൊണ്ട് ഈ രണ്ട് സാക്ഷികളുടെ മരണശേഷമുള്ള ഒടുവിലത്തെ 3.5 വർഷം ദൈവം തൻ്റെ ശുശ്രൂഷകൾ നിവർത്തിച്ചെടുക്കുന്നു. അതിനോടനുബന്ധമായി തന്നെയാണ് 7-ാം അധ്യായത്തിന്റെ 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ട എണ്ണിക്കൂടാത്ത ജാതികളിൽ നിന്നുള്ള ഒരു സമൂഹം. അതിൻ്റെയും ഒരു ഭാഗം തീർച്ചയായും രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷയുടെ ഫലമാകാം. അപ്പോ ആ ശുശ്രൂഷകൾ കൊണ്ട് ദൈവം തൻ്റെ പദ്ധതികളെ
ഈ ഭൂമിയിൽ പിന്നെയും തികച്ചെടുക്കുന്നു. ചിലർ മരിക്കുന്നു, രക്തസാക്ഷികളാകുന്നു. മറ്റു ചിലർ കഷ്ടത അനുഭവിച്ചുകൊണ്ടും ജീവനോടെ നിലനിൽക്കുന്നു. അങ്ങനെ ദൈവത്തെ അനുസരിക്കാത്തവരെ പീഡിപ്പിക്കുവാൻ ദൈവം അഗാധകൂപത്തിൽ നിന്നും അഴിച്ചുവിടുന്ന പൈശാചികമായ ദൂതന്മാരുടെ 2 തരത്തിലെ ചിത്രങ്ങളാണ് 9-ാം അധ്യായത്തിൽ 2 കഷ്ടങ്ങളിലായി നാം കാണുന്നത്. 3 കഷ്ടങ്ങളിൽ ആദ്യത്തെ കഷ്ടമാണ് 9-ന്റെ 1 തൊട്ട് 11 വരെ നമ്മൾ കണ്ടത്. 5-ാമത്തെ കാഹളനാദത്തിങ്കലെ ന്യായവിധി. അഗാധകൂപത്തിൽ നിന്ന് അഴിച്ചുവിടപ്പെട്ട കുറെ പൈശാചിക ദൂതസഞ്ചയങ്ങൾ, അവയുടെ രൂപഭാവങ്ങളൊക്കെ നമ്മൾ കണ്ടു. യോഹന്നാൻ അവയെ സദൃശീകരിച്ചത് വെട്ടുക്കിളികളോടാണ്. പക്ഷെ അതിൻ്റെ രൂപം വെറും വെട്ടുക്കിളികളല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. വെട്ടുക്കിളികൾക്ക്, യഥാർത്ഥ വെട്ടുക്കിളികൾക്ക് രാജാവ് ഇല്ല. പക്ഷെ ഇവിടെ പറഞ്ഞ വെട്ടുക്കിളികൾക്കോ? ഒമ്പതാം അധ്യായത്തിലെ വെട്ടുക്കിളികൾക്ക് രാജാവുണ്ട്. അതെ. അപ്പൊ യഥാർത്ഥ അല്ലെങ്കിൽ അക്ഷരീക വെട്ടുക്കിളികളല്ലെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അത് കഴിഞ്ഞാണ് നമ്മൾ 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ കണ്ടത് 2-ാമത്തെ കഷ്ടം. അത് തുടങ്ങുന്നത് 9-ന്റെ 13-ാമത്തെ വാക്യത്തിലാണ്. നാം അവയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ 3-4 ദിവസമായി എങ്കിൽ കൂടെ എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ 9-ന്റെ 13-ഉം 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കാമല്ല. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, യൂഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യർ 3-ൽ-1 കൊല്ലുവാൻ ഇന്നയാണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. സ്തോത്രം. 2-ാമത്തെ കഷ്ടം ഇവിടെ ആരംഭിക്കുകയാണ്. നാം ഇവിടെ കാണുന്നത് സ്വർഗത്തിലെ സ്വർണ പീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം. നാം തിരുവെഴുത്തുകൾ പഠിച്ചാൽ പ്രധാനമായിട്ടുമുള്ള 3 ഓൾട്ടേഴ്സ്, 3 പീഠങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് യാഗപീഠം, ധൂപപീഠം, ധൂപകലശം. altar, main altar on which sacrifices used to be offered. Then altar of incense, dhupapidha. Then golden censer. നാം കാണുന്നെങ്കിൽ
പുറപ്പാട് പുസ്തകം 40:6 നോക്കിക്കൊള്ളൂ. എക്സോഡസ് 40:6. പുറപ്പാട് 40:6. You shall set the altar of burnt offering before the door of the tabernacle of the tent of meeting, and place the basin between the tent of meeting and the altar, and put water in it. So this is the altar. ഇതാണ് യാഗപീഠം. It is being placed in the pragaram, the courtyard. സാധാരണ ജനത്തിന് അക്സസിബിൾ ആയിട്ടുള്ള പ്രാകാരത്തിലാണ് യാഗപീഠവും താമ്ര തടാകവും ഒക്കെ വെക്കുന്നത്. ഇനി ചാപ്റ്റർ verse number 50, sorry, verse number 5, 40 verse 5, 40:5. And you shall put the golden altar for incense before the ark of the testimony, and set up the screen for the door of the tabernacle. This is the altar of incense. ഇതാണ് ധൂപപീഠം. ഇതെവിടെയാ വെക്കുന്നത്? Before the ark of the testimony. Where is the ark of the testimony? അതിവിശുദ്ധ സ്ഥലത്ത്, പരിശുദ്ധ സ്ഥലത്ത്. അപ്പൊ യാഗപീഠവും ധൂപപീഠവും ഉണ്ട്. യാഗപീഠം സാധാരണ ജനത്തിന് പോയി യാഗം കഴിക്കുവാൻ കഴിയും അളവിലാണ്, പ്രാകാരത്തോട് ചേർന്നാണത്. എന്നാൽ ധൂപപീഠം, ഗോൾഡൻ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, അത് സാക്ഷ്യകൂടാരത്തിന് അല്ലെങ്കിൽ സാക്ഷ്യപ്പെട്ടകത്തിന്, മലയാളത്തിൽ സാക്ഷ്യപ്പെട്ടകം എന്നാണ് തോന്നല്ലേ? 5-ാം വാക്യം. അതെ അതെ, സാക്ഷ്യപ്പെട്ടകം. സാക്ഷ്യപ്പെട്ടകം അതാണ്. ഓക്കെ, ധൂപത്തിനുള്ള പൊൻപീഠം സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിൽ വെച്ച്. ഈ സാക്ഷ്യപ്പെട്ടകമാണ് ആർക്ക് ഓഫ് ദ കവനന്റ്, ആർക്ക് ഓഫ് ടെസ്റ്റിമണി, നിയമപ്പെട്ടകം. അത് അതിവിശുദ്ധ സ്ഥലത്താണ്. നാം അതിനെയാണ് കണ്ടത് സ്വർഗത്തിലെ മാതൃക പ്രകാരം ഉണ്ടാക്കണമെന്ന് മോശയോട് പറഞ്ഞത്. 30-ാമത്തെ അധ്യായത്തിലും അതിനെക്കുറിച്ച് വിശദീകരണമുണ്ട്. അത് നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. 30, Exodus chapter 30 verses 1 to 8. Description about this ധൂപപീഠം, this altar of incense. ഈ സ്വർണ്ണ പീഠത്തെ പറ്റിയുള്ള വിവരണം 30:1-8 വരെയും നിങ്ങൾക്ക് കാണാം. അപ്പൊ സ്വർഗത്തിലെ മാതൃക പ്രകാരം അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യ പെട്ടകത്തിന്റെ മുമ്പിൽ, കൃപാസനത്തിങ്കൽ എന്ന് നമുക്ക് മറ്റൊരു ഭാഷയിൽ പറയാം, ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിൻ്റെ അക്ഷരീയമായ അവസ്ഥയാണ് ഇപ്പോൾ നാം 9:13 കണ്ടത്. 8-ാം അധ്യായത്തിന്റെ തുടക്കത്തിലും നമ്മൾ അത് തന്നെയായിരുന്നു 3-ാം വാക്യം മുതൽ കണ്ടത്. ഈ സ്വർണ്ണ പീഠം ദൈവസന്നിധിയിലാണ്. അത് യാഗം കഴിക്കുന്ന പീഠമല്ല എന്ന് നമ്മൾ കണ്ടു. അത് സുഗന്ധവർഗമിട്ട് പുകയ്ക്കുന്ന പീഠമാണ്. അത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതത്രേ. അതിൻ്റെ കൊമ്പുകളിൽ നിന്നാണ് ഇവിടെ ശബ്ദം കേൾക്കുന്നത്. ധൂപകലശം നാം കാണുന്നത്, ഈ ധൂപമിട്ട് പുകയ്ക്കുന്ന ധൂപകലശം കാണുന്നത് അതിവിശുദ്ധ സ്ഥലത്താണ്. എബ്രായർ 9:4 നോക്കിക്കോളൂ. ഹീബ്രൂസ് 9 verse 4.
which has the golden altar of incense and the gold-covered ark of the covenant. Yeah, it is where the apostle is describing the contents of the temple. The Yeah. third verse says, behind Please. the second curtain was a room called the Most Holy Place, which had the golden altar of incense and the gold-covered ark of the covenant. Yeah. അപ്പം ഇത് രണ്ടും ധൂപകലശവും ധൂപപീഠവും പ്രത്യേകിച്ച് ഗോൾഡൻ സ്വർണ്ണപീഠം അത് മുൻകൂടാരത്തിൽ രണ്ടാമത്തെ തിരശീലയ്ക്കകത്ത് അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്നതാണ് നാം കാണുന്നത്. കൃപാസനത്തിങ്കലാണ്. അവിടെ നിന്നാണ് ഇവിടെ യോഹന്നാൻ 9:13 ശബ്ദം കേൾക്കുന്നത്. ആരാണ് ശബ്ദിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ചിലർ പറയുന്നത് ഈവൻ ദ ഹോൺസ് ഓഫ് ദിസ് ഗോൾഡൻ ഓൾട്ടർ ഓഫ് ഇൻസെൻസ്, ദ ഹോൺസ് ഓഫ് ദ ഗോൾഡൻ ഓൾട്ടർ ഓഫ് ഇൻസെൻസ് സ്പീക്കിംഗ് ഹിയർ. ഇറ്റ്സ് ഓൾസോ പോസിബിൾ. ചിലരുടെ ധാരണ അല്ലെങ്കിൽ ചിലർ ചിന്തിക്കുന്നത് ഈ സ്വർണപീഠത്തിന്റെ കൊമ്പുകൾ തന്നെ സംസാരിക്കുന്നുവെന്നാണ്. അപ്പം ദൈവത്തെ സംബന്ധിച്ച് യാഗപീഠത്തിന്റെ കൊമ്പുകൾ സംസാരിക്കുക, അവയെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നതും പ്രയാസമൊന്നുമുള്ള കാര്യമല്ല. ഇങ്ങ് ഭൂമിയിൽ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് 13-ാം അധ്യായം വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ സംസാരിക്കുന്നത് നമുക്ക് കാണാം. എതിർ ക്രിസ്തുവിന്റെ പ്രതിമയ്ക്ക് സംസാരിക്കാമെങ്കിലാണോ ദൈവത്തിന്റെ സന്നിധിയിലുള്ള ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നും ശബ്ദം പുറപ്പെടുവാൻ പ്രയാസം? ഒന്നുമില്ല. എന്നാൽ ഇവിടെ സംസാരിക്കുന്നത് ദൂതന്മാര് തന്നെ ആകാനാണ് സാധ്യത. നാം 13-ാം വാക്യത്തിൽ വായിച്ചത്, അപ്പോൾ ദൈവസന്നിധിയിലെ എന്ന് പറഞ്ഞാൽ കൃപാസനത്തിങ്കലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള ദൂതനോട്. ഇറ്റ്സ് എ കമാൻഡ് ഓഫ് ഗാഡ് ടു ദ ഏഞ്ചൽ ഹോൾഡിംഗ് ദ ട്രംപറ്റ്. കാഹളം പിടിച്ചിരിക്കുന്ന, അതായത് 6-ാമത്തെ കാഹളം ഊതാൻ കാഹളം പിടിച്ചിരിക്കുന്ന ദൂതനോടാണ് യാഗപീഠത്തിൽ നിന്ന് ശബ്ദം. ഇവിടെ യാഗപീഠത്തിന്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം എന്ന് തന്നെയാണ് നമ്മൾ കണ്ടു 8-ാമത്തെ അധ്യായത്തിൽ വെച്ച്. അതുകൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് എന്ന് തന്നെ അർത്ഥം. ദൈവം ഈ ദൂതന് കൽപ്പന കൊടുത്തു എന്നേ അതിനർത്ഥമുള്ളൂ. ഈ 6-ാമത്തെ ദൂതനോട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി എന്ന് വച്ചാൽ ഈ ധൂപപീഠം ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നതാണെന്ന് നമ്മൾ ഇപ്പോഴും 8-ാം അധ്യായം പഠിച്ചപ്പോഴും കണ്ടു. അപ്പോൾ ദൈവം ഈ ദൂതന്, 6-ാമത്തെ കാഹളമുള്ള ദൂതന് കൽപ്പന കൊടുക്കുകയാണ്. കൽപ്പന എന്താണെന്ന് നമ്മൾ കണ്ടു. യൂഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തി 4-ാം അധ്യായത്തിലാണ് കാണുവാൻ കഴിയുന്നത്. ഏദനുമായി ബന്ധപ്പെട്ട് ഏദൻ തോട്ടത്തെ നനയ്ക്കുവാൻ പുറപ്പെട്ട നദിയുടെ 4 ശാഖകൾ. അതിലൊരു പ്രധാനപ്പെട്ട ശാഖയാണ് ഇവിടെ നാം കാണുന്ന മഹാനദി. ബൈബിൾ മഹാനദി എന്ന് പറയുന്നത് ഇതിനേക്കാൾ വേറെ വലിയ നദിയൊന്നും ലോകത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല. ഇതിനേക്കാൾ ഒത്തിരി വലിയ നദികളൊക്കെ വേറെ ഉണ്ടെങ്കിലും
പലസ്തീനുമായി ബന്ധപ്പെട്ടാണ്, മെസോപ്പൊട്ടേമിയയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രയോഗം. മെസോപ്പൊട്ടേമിയ നമുക്കറിയാം. ഈ നദിയും മെസോപ്പൊട്ടാമിയയും വേദപുസ്തക ചരിത്രവും ഒക്കെ കൂടെ വളരെ ഇടകലർന്ന് കിടക്കുന്നു. പ്രത്യേകിച്ച് യോർദാൻ നദിയുമായും മറ്റും ബന്ധപ്പെട്ടാണ് യൂഫ്രട്ടീസിനെ മഹാനദി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വലിപ്പത്തേക്കാൾ ആ നദിയുടെ വേദപുസ്തക ചരിത്രത്തിലെ പ്രാധാന്യവുമാണ് അവിടെ പ്രതിപാദ്യം. അങ്ങനെയാണ് നാം ഈ മഹാനദി എന്ന് ഇവിടെ കാണുന്നത്. അതിൻ്റെ അങ്ങേക്കരയിലും ഇങ്ങേക്കരയിലും ഒക്കെ വളരെ പ്രാധാന്യമുള്ള സംഗതികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നാം അവിടുത്തെ ദൂതന്മാരുടെ സംഖ്യയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നാം നോക്കിയാൽ ഈ നദിയുടെ ഇരു കരകളിലുമായിട്ടായിരുന്നു വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ബാബിലോണ്യൻ നഗരം പണിയപ്പെട്ടിരുന്നത്. ബാബിലോണ്യൻ നഗരം പണിയപ്പെട്ടിരുന്നത്. സ്തോത്രം. ഓക്കെ, അപ്പൊ യോർദാനുമായുള്ള താരതമ്യത്തിലാണ് യൂഫ്രട്ടീസ് മഹാനദി എന്ന് വിളിക്കപ്പെടുന്നത്. ഈ യൂഫ്രട്ടീസിന്റെ ഇരു കരകളിലുമായി പണിയപ്പെട്ട നഗരമാണ് ബാബേൽ നഗരം. എന്നാൽ പിൽക്കാലത്ത് നാം നോക്കുമ്പോൾ ഈ നഗരം നാമാവശേഷമായി കിടക്കുന്നത് കാണാം. സഖരിയ പ്രവചനം 5-ാം അധ്യായം, സഖരായ 5-11, 5-ാം അധ്യായം 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് വായിക്കുന്നെങ്കിൽ നന്നായിരിക്കും. അനന്തരം എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് എന്നോട്, നീ തല പൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന്, പുറപ്പെടുന്നതായൊരു ഏഫ എന്ന് അവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിലുമുള്ള അവരുടെ അകൃത്യമെന്നും അവൻ പറഞ്ഞു. പിന്നെ ഞാൻ വട്ടത്തിലുള്ളൊരു ഈയപ്പലക പൊങ്ങിപ്പോകുന്നതും അവിടെ ഏഫയുടെ നടുവിൽ ഒരു സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ ഏഫയുടെ അകത്താക്കി ഈയപ്പലക കൊണ്ട് അടച്ചു. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ 2 സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുപോലെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ ഏഫയെ പൊക്കിക്കൊണ്ടുപോയി. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് അവർ ഏഫയെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിനവൻ, ശിനാർ ദേശത്ത് അവർ അവൾക്കൊരു വീട് പണിവാൻ പോകുന്നു. അത് തീർന്നാൽ അവളെ സ്വസ്ഥാനത്ത് പാർപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. മ്യൂട്ടാ പാസ്റ്റർ. സോറി. ശിനാർ ദേശം. ഉൽപ്പത്തി 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ബാബേൽ പണിയപ്പെടുന്നത് ശിനാർ ദേശത്താണെന്ന് നമുക്ക് കാണാം. ജലപ്രളയാനന്തരം. അപ്പോൾ ബാബിലോണിന്റെ ഈ യൂഫ്രട്ടീസിന്റെ കരകളിലാണ്, ശിനാർ ദേശത്താണ്. ഇവിടേക്ക് സഖരിയാവ് കാണുന്ന ദർശനം, അതിനോട് ചേർത്ത് നമുക്ക് യെശയ്യാ പ്രവചനവും കൂടെ നോക്കാം. 13:21 ഒന്നാമത്തെ വാക്യം നോക്കാം. 13:1 ഐശയ്യാ 13:1. അന്ന് ആമോസിന്റെ മകനായ യേശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തു.
അവർ ഇനി നേരെ 21 പോരെ. ബാക്കി നമുക്ക് സ്വന്തമായിട്ട് പിന്നീട് വായിക്കാം. മരുമൃഗങ്ങൾ അവിടെ കിടക്കും, അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും, ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. ഇതെല്ലാം എന്തിനെ കുറിച്ചുള്ളതാണ്? ബാബേലിനെ കുറിച്ച്. ബാബേലിനെ കുറിച്ച്. ഉൽപ്പത്തി 10 അന്നത്തെ നിമ്രോദ് എന്ന മഹാവീരൻ പണിതുയർത്തിയ നഗരം, ഭൂമിയിലെ സകല വിഗ്രഹാരാധനകളുടെയും അകൃത്യങ്ങളുടെയും മ്ലേച്ഛതകളുടെയും തലസ്ഥാന നഗരിയായിരുന്ന ബാബിലോൺ. പിന്നീട് അതിന്റെ ഉയർച്ചയൊക്കെ നമുക്ക് നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ കാണാം. പക്ഷേ ഇങ്ങനെ വിഗ്രഹാരാധന കൊണ്ടും മ്ലേച്ഛത കൊണ്ടും അഹങ്കാരം കൊണ്ടുമൊക്കെ ദൈവത്തോട് പോലും മത്സരിക്കത്തക്ക നിലയിലെത്തുകയും ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തത് നിമിത്തം ദൈവം അവയെ നാമാവശേഷമാക്കി. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥയാണ് 13-ാം അധ്യായം യെശയ്യാവിൽ നമ്മൾ വായിച്ചത്. എന്താ? മരുമൃഗങ്ങൾ അവിടെ കിടക്കും, അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും, ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും, ദുർഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. ഞാൻ അവിടെ പോയിട്ടില്ല. പോയി വന്നവരുടെ സാക്ഷ്യം ഞാൻ 1-2 പേരിൽ നിന്നും കേട്ടു. ഈ എഴുതിയിരിക്കുന്നത് പോലെ അക്ഷരീയമായി ബാബിലോൺ നാമാവശേഷമായി കിടക്കുന്നു എന്ന്. യൂഫ്രട്ടീസിന്റെ കരകളിൽ പകലുകളിൽ പോലും മൂങ്ങ അവിടെ നൃത്തം ആടുന്നതിനെ കുറിച്ച്, അക്ഷരീയമായി ബാബിലോണിന്റെ പതനത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അറിയാം, ഇപ്പോൾ അതൊരു യുദ്ധഭൂമി കൂടെയാണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ സ്വാതന്ത്ര്യത്തോടെ അവിടങ്ങളിലൊന്നും പോകുവാനും കാണുവാനും കഴിയുന്നില്ല എന്ന്. എങ്കിലും ആൾക്കാർ പോകുന്നും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അവിടെയൊക്കെ അവസരം കിട്ടിയാൽ ഈ ബൈബിളൊക്കെ ആയിട്ടൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ വെളിപ്പാട് 18-ാം അധ്യായത്തിലേക്ക് വരികയാണ്. വെളിപ്പാട് 17, 18 അധ്യായങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടു. വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവുകളിലാണ് 17ഉം 18ഉം അധ്യായങ്ങൾ എങ്കിലും അവിടുത്തെ സംഭവങ്ങൾ നേരത്തെ നടക്കുന്നതാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 8ഉം 9ഉം അല്ലെങ്കിൽ 6 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങളോട് അനുബന്ധമായി നടക്കുന്ന സംഭവ വികാസങ്ങളാണ് വെളിപ്പാട് 17ഉം 18ഉം ഉള്ളത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ, പ്രയാസം ഇല്ലല്ലോ. ഒന്നുകൂടെ പറയാം. Chapters 17 and 18 of Revelation, they are the fall of Babylon. Chapter 17 is the fall or the judgment upon the world religion or the perverted religious system of the world. And chapter 18 is the fall of the economic Babylon or the perverted economic system of the world. 17-ാം അധ്യായത്തിൽ ദൈവസഭ എടുക്കപ്പെട്ട ശേഷം ഈ ഭൂമിയിലുള്ള മത ബാബിലോണിന്റെ തകർച്ചയാണ്. ലോകത്തിലെ
വികലമായ മതാരാധനയുടെ പതനമാണ് 17-ാം അധ്യായത്തിൽ. 18-ൽ സാമ്പത്തിക തകർച്ചയെക്കുറിച്ചാണ്. ഇക്കണോമിക് fall, a fall of the economic Babylon. ഭൂമിയിലെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിക്കുമായിരുന്ന ലോക സമ്പദ് വ്യവസ്ഥയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയാണ് 18-ാം അധ്യായത്തിൽ. ആ 18-ാം അധ്യായത്തിലും എന്താ പറയുന്നത്? 2-ാം വാക്യം, 18:2, റെവലേഷൻ, വെളിപ്പാട്. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. കണ്ടോ, ബാബിലോണിനെ എന്താ വിളിക്കുന്നത്? സ്തോത്രം. മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവായി തീർന്നു. സ്തോത്രം. ദുർഭൂതങ്ങളുടെ പാർപ്പിടം. ബാക്കി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവയുടെ തടവുമായി തീർന്നു. അവിടെ അവയുടെ തടവ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൂലഭാഷയിലെ ഫുലാക്കി എന്നൊരു പദമാണ്. PHULAKEE, ഫുലാക്കി. ഈ ഫുലാക്കി എന്ന് പറഞ്ഞാൽ തടവറ എന്ന അർത്ഥം, ജയിൽ എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഈ സഖറിയാവിലും യെശയ്യാവിലും വെളിപ്പാട് 18-ലുമൊക്കെ നമ്മൾ കാണുന്നത് ബാബിലോൺ പണ്ടത്തെ പ്രതാപത്തിലൊക്കെ നിന്നിരുന്നെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ അത് വീണുപോയിട്ട് ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി. സകല വെറുപ്പും അറപ്പും ഉളവാക്കുന്ന പലതിൻ്റെയും തടവറയായി, ജയിലറയായി. മലയാളത്തിൽ തടവെന്ന് നമ്മൾ കാണുന്നു. അവയുടെയൊക്കെ ഇരിപ്പിടമായി മാറിയിരിക്കുന്നത്രേ. അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമാണ് നാം ഇപ്പോൾ 9-ന്റെ 13-14 വാക്യങ്ങളിൽ കാണുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ തടത്തിൽ ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാരെ അഴിച്ചുവിടാൻ, അതിൽ അവരുടെ നേതാക്കന്മാരായ 4 പേരെ അഴിച്ചുവിടുന്നത് നമ്മൾ കാണുന്നു. ആ 4 പേരുടെ കീഴിൽ എണ്ണമറ്റ ദുർഭൂത സംഘം, സൈന്യമുള്ളതായി നമുക്കവിടെ കാണാൻ പറ്റും. നമ്മൾ 9-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അഗാധകൂപം തുറന്നപ്പോൾ അവിടെ നിന്നും പുക പൊങ്ങിയതും വെട്ടുക്കിളികളെ പോലെയുള്ള ചില ജീവികൾ പുറത്തു വന്നതും ഒക്കെ നമ്മൾ കണ്ടു. യോഹന്നാൻ അവയെ കണ്ട് അവയെക്കുറിച്ചുള്ള ചിത്രീകരണം നമുക്ക് തന്നതുപോലെ തന്നെ 2-ാമത്തെ കഷ്ടം, 6-ാമത്തെ കാഹളം ഊതിയപ്പോഴും അതിനേക്കാൾ ഭീകരമായ കഷ്ടതയായി താൻ കാണുന്നത് 4 മഹാദൂതന്മാർ ബന്ധനസ്ഥരായിരുന്നവരെ ഇപ്പോൾ അഴിച്ചുവിടുന്നു. അവ പുറപ്പെട്ടപ്പോൾ അവയുടെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്ന ദുരാത്മാക്കളുടെ വലിയൊരു സംഘം കുതിരപ്പടയെപ്പോലെ പുറപ്പെടുന്നു. ഇവയൊക്കെ ബന്ധിച്ചിരുന്ന സ്ഥലമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യൂഫ്രട്ടീസ് നദിയുടെ തടമാണ്. ഇവിടെ പറയുന്ന യൂഫ്രട്ടീസ് നദിയുടെ തടം പുരാതന ബാബിലോണിന്റെ ഇടമാണ്.
ആ പുരാതന ബാബിലോൺ ഇന്ന് യെശയ്യാവും മറ്റും പ്രവചിച്ചതുപോലെ നാമാവശേഷമായി കിടക്കുന്നു. അവിടങ്ങളിൽ എവിടെയൊക്കെയോ മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്തതുപോലെ, ഒരുപക്ഷെ മനുഷ്യർക്ക് കുഴിച്ചു ചെന്നാൽ, ഗവേഷണം നടത്തി, എക്സ്കവേഷൻ നടത്തി ചെന്നാലും കണ്ടെത്തുവാൻ കഴിയാത്തതുപോലെയുള്ള ഏതോ സ്ഥലത്ത്, ഒരുപക്ഷെ മാനുഷിക കണ്ണുകൾക്ക് അദൃശ്യമായ സ്ഥലത്ത്, അദൃശ്യമായ നിലയിൽ, മാനുഷിക കാതുകൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എവിടെയോ വലിയൊരു പറ്റം ഭൂത സൈന്യത്തെ ദൈവം ബന്ധനത്തിലാക്കി സൂക്ഷിച്ചിരിക്കുന്നു. രണ്ടുദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് അവയെ ബന്ധിച്ചു വച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഉദ്ദേശം അന്തിമ ന്യായവിധിക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ ഉദ്ദേശം അവയിൽ ചിലരെ ഈ പ്രത്യേക മഹാപീഡന സമയത്ത് അനുസരണം കെട്ടവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ രണ്ട് പ്രധാന ഉദ്ദേശങ്ങൾക്കായി ഇവ ബന്ധിക്കപ്പെട്ട് സൂക്ഷിക്കപ്പെടുന്നു. ഒന്നാമത്തെ ഉദ്ദേശം 2 പത്രോസിലും യൂദായുടെ ലേഖനത്തിലും നമ്മൾ വായിച്ചതുപോലെ അന്തിമ ന്യായവിധിക്കായി അവയെ സൂക്ഷിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ഉദ്ദേശം അവയെ എല്ലാവറ്റെയും അല്ല, അവയിൽ ചിലരെ ഇപ്പോൾ നമ്മൾ 9-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ മഹാപീഡനകാലത്ത് ജനത്തെ പീഡിപ്പിച്ച് അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാക്കി ദൈവത്തിങ്കലേക്ക് മാനസാന്തരപ്പെടുത്തുവാൻ ഉപയോഗിക്കാനായിട്ട് അവരെ വെച്ചിരിക്കുന്നു. ഈ രണ്ടർത്ഥത്തിലും അവയെ ബന്ധിച്ചു വെച്ചിരിക്കുന്നത് അവർ അതിഭീകരന്മാരാണ് എന്നതുകൊണ്ടാണ്. ഇന്നത്തെ ലോകത്തിൽ അവരെ സ്വതന്ത്രരായി വിട്ടാൽ ദൈവത്തിന്റെ വിശുദ്ധന്മാരും കൂടെ വസിക്കുന്ന ഈ ഭൂമിയെ സത്യമായും നരകമാക്കി അവർ മാറ്റും. അതുകൊണ്ട് ഭൂവാസികളെ അങ്ങനെ ക്ലേശിപ്പിക്കാതിരിക്കേണ്ടതിന് അവയെ ദൈവം ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. അത് വേണമെങ്കിൽ ഒരു മൂന്നാമത്തെ ഉദ്ദേശമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇല്ലെങ്കിലും ആദ്യത്തെ 2 എണ്ണമായാലും അങ്ങനെയായാലും കുഴപ്പമില്ല. കാരണം ഇന്നത്തെ ലോകത്തിൽ, ഇന്നത്തെ ജനസംഖ്യയിൽ 800 ചില്ലുവാനും കോടി വരുന്ന ഇന്നത്തെ ജനസംഖ്യയിൽ ഒരു പറ്റം വിശുദ്ധന്മാരുണ്ട്. ഒരു പറ്റം വിശുദ്ധന്മാർ. അയ്യോ യഹോവയെ രക്ഷിക്കണമേ എന്നൊക്കെ വിശുദ്ധന്മാരെ നിലവിളിക്കുമ്പോഴും നമുക്ക് ആശ്വാസം, നമുക്കറിഞ്ഞുകൂടെങ്കിലും ദൈവം വിശുദ്ധന്മാരുടെ ഒരു ശേഷിപ്പിനെ ഇന്നും വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സ്തോത്രം. ഇവിടെ തന്നെ എൻ്റെ ഒരു സ്നേഹിതൻ ദൈവദാസനുമായി കഴിഞ്ഞ ഒരു ദിവസം രാത്രി ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ, നമ്മുടെയൊക്കെ സഭകളിൽ പലരും ഇവിടെ എന്തിനും സ്വാതന്ത്ര്യമുണ്ടെന്ന നിലയിൽ അഴിഞ്ഞാടി ജീവിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് സഭകളിൽ പോലും മദ്യപന്മാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ഒക്കെ ഉണ്ട്. അതിവിടെ മാത്രമല്ല, യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, ഇന്ത്യയിലും ഉണ്ട്. നമ്മുടെ കേരളത്തിലും ഉണ്ട് മദ്യപന്മാരായ പെന്തക്കോസ്തുകാർ. പണ്ടൊന്നും ഇല്ലായിരുന്നു. ഇനി അഥവാ പണ്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരൊക്കെ സഭയുടെ ഏറ്റവും പുറകിലെങ്ങാണം വന്നിരുന്നിട്ട് പോവുകയുള്ളായിരുന്നു. ഇന്ന് കമ്മിറ്റിക്കകത്ത് വരെ കയറിക്കൂടുന്ന മദ്യപന്മാരും ദ്രവ്യാഗ്രഹികളും അബ്കാരി കോൺട്രാക്ടേഴ്സ് വരെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. കേരളത്തിലെ കാര്യമാണേ പറയുന്നത്. ഒരാളെ കുറിച്ച് എനിക്ക് അറിയുകയും ചെയ്യാം. അറിവ് മാത്രമല്ല,
ഒരാളുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടും അറിയാവുന്ന കാര്യവും കൂടെയാണ്. പിന്നെ ഒരുപക്ഷെ കേരളത്തിലെയോ ഇന്ത്യയിലെയോക്കാൾ കൂടുതൽ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെയുള്ള സഭകളിൽ, നമ്മുടെ മലയാളി സഭകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതലായിട്ടുണ്ടാകും എന്ന് മാത്രം. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെയുള്ള നമ്മുടെ മലയാളി സഭകളിൽ സിനിമ കാണുന്നവരും വഴിവിട്ട വിവാഹ ജീവിതം നയിക്കുന്നവരും ഒക്കെ പലരും വളരെ സ്വാധീനമുള്ളവരായിട്ടുണ്ട്. ഇവിടെയൊക്കെ അത് കുറച്ചും കൂടെ കൂടുതലാണെന്ന് മാത്രം. പക്ഷെ ഈ പശ്ചാത്തലത്തിലാണ് എൻ്റെ സ്നേഹിതൻ ദേവദാസൻ എന്നോട് പറഞ്ഞത്, എങ്ങനെയും വസ്ത്രം ധരിക്കുന്നവരും വസ്ത്രം ധരിക്കാത്തവരും, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ലോകമനുഷ്യരെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നവരുമൊക്കെ നമ്മുടെയൊക്കെ സഭകളിൽ തന്നെ ഉള്ളപ്പോൾ, ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഇന്ത്യയിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വന്നയാളാണ്. വന്ന ആദ്യത്തെ കുറെ നാളുകൾ അദ്ദേഹവും കുടുംബവും ഇവിടെയുള്ള അമേരിക്കൻ ചർച്ചസിലാണ് പോയത്. ആദ്യത്തെ ചില മാസങ്ങൾ, 2 ആഴ്ച അവർ ആ സഭയിൽ പോയി. അപ്പൊ അമേരിക്കയിൽ വന്നതല്ലേ, അപ്പൊ അമേരിക്കനെ പോലെയൊക്കെ ആകാമെന്ന് വിചാരിച്ച് ഈ പാസ്റ്ററിന്റെ ഭാര്യ കൈക്ക് വളരെ ഇറക്കം കുറഞ്ഞ ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടോ മറ്റുമാണ് പോയത്. അവരെ പോലൊന്നും ആകാമെന്നൊക്കെ വിചാരിച്ച ഡ്രസ്സ് കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പെട്ടെന്ന് മനസ്സിലാകണ്ട എന്നൊക്കെ കരുതി പോയതാ. ഇപ്പം ഞാൻ ഈ പരുവത്തിലൊക്കെ പോകുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാറുണ്ട്. 1-2 പാസ്റ്റർമാർ എന്നോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ട്രെയിനിൽ ഇവിടെ യാത്ര ചെയ്തു. ഇപ്പം എന്നോട് പറഞ്ഞു, പക്ഷേ ഇന്ന സ്ഥലങ്ങൾ അത്ര നല്ല സ്ഥലങ്ങളല്ല, അതും നിങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഒന്ന് വെളുപ്പിനെയും മറ്റൊന്ന് തിരിച്ചു വരുന്നത് രാത്രിയിലുമാണ്, അപകടമാണ്, ആള് തന്നെ ഇങ്ങ് വരുമോ എന്നറിയില്ല, അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ഡ്രസ്സും കൂടെ ഇട്ട് പോയാൽ പെട്ടെന്ന് മനസ്സിലാവും, കുറഞ്ഞ പക്ഷം പാൻസും ഷർട്ടും ഒക്കെ എങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ പറയും. അപ്പം ഒറ്റ നോട്ടത്തിൽ നമ്മള് വന്നവരാണെന്ന് അറിയണ്ട എന്ന് കരുതാൻ വേണ്ടിയാ ഈ ദൈവദാസി ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഒരല്പം ഇട്ടുകൊണ്ട് പോയത്. 2 ആഴ്ച അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ്, ആ ചർച്ചിലെ അമേരിക്കൻ ചർച്ചാണെന്ന് ഓർത്തോണം, അമേരിക്കക്കാരുടെ സഭയാ, അമേരിക്കക്കാര് നടത്തുന്ന സഭയാ. അവര് ഈ നമ്മുടെ പാസ്റ്ററിന്റെ ഭാര്യയെ വിളിച്ചിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ കൂട്ടായ്മ ആചരിക്കാൻ വന്നു എന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഇവിടെ തുടർന്നും വരാനാണോ? അവർ പറഞ്ഞു, അതെ, തുടർന്നും വരാനാണ് എങ്കിൽ ഞങ്ങൾക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. സാധാരണക്കാരെ പോലെ നമ്മളാകരുത്. ആന്തരിക വിശുദ്ധിയൊപ്പം തന്നെ ബാഹ്യമായ ചില ചട്ടങ്ങളും കൂടെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വസ്ത്രധാരണത്തിനും ഞങ്ങൾക്കിവിടെ ചില നിയമങ്ങളുണ്ട്. ഇവർ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തുടർന്നും ഞങ്ങളോട് ആത്മീയ കൂട്ടായ്മയെ ആചരിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട്, നഗ്നത വെളിപ്പെടുന്ന വസ്ത്രമൊന്നും ആയിരുന്നില്ല അവർ ധരിച്ചിരുന്നത്, ടോപ്പ് കൈക്കൊരൽപ്പം ഇറക്കം കുറവായിരുന്നുള്ളൂ എന്നാ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഇന്നും നാം നോക്കുമ്പോൾ വിശുദ്ധന്മാർ വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന ഒരാവലാതി എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അതുണ്ടാകട്ടെ, ഇല്ലാതാകരുത്. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്ന് നമുക്ക് നിലവിളിക്കാം. പക്ഷേ
ഒരു കാര്യം ഉറപ്പാണ്, ഏലിയാവിനോട് ദൈവം പറഞ്ഞതുപോലെ ഇന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു പറ്റം വിശുദ്ധന്മാർ ഈ ഭൂമിയിലുണ്ട്. There is a remnant, a good number of God's people. I'm not just telling about the external form of purity. Of course, we cannot deny the external form, but along with that, we should not deny the power of godliness. There is not only an internal power of holiness and godliness, but also an external form. We should hold both of them. ഭക്തിയുടെ ആന്തരിക ശക്തി മാത്രമല്ല, അതിനെ ത്യജിക്കാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭക്തിയുടെ ബാഹ്യ വേഷവും ഉണ്ടായിരിക്കണം. വേഷം മാത്രമാകരുതെന്നേ ഉള്ളൂ. 2 തിമോത്തിയോസ് 3:5-6 ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിശുദ്ധന്മാർ ഇന്ന് പാർക്കുന്ന ഈ ഭൂമിയിൽ ഈ ദുർഭൂതങ്ങളെ അഴിച്ചുവിടാത്തത് അവ ഭൂവാസികളുടെ നിലനിൽപ്പിനെ വളരെ അസഹ്യമാക്കും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ വിശുദ്ധന്മാർ ഇവിടെ നിന്നും എടുക്കപ്പെട്ട ശേഷം മനഃപൂർവം എല്ലാം അനുകൂലമായിരുന്നപ്പോൾ മനഃപൂർവം ദൈവത്തെ മതിയെന്ന് തിരഞ്ഞെടുത്ത വിശുദ്ധന്മാർ ഇവിടെ നിന്നും പോയനന്തരമേ അല്പ നിയമിതമായ സമയത്തേക്ക് മാത്രം ഈ ശക്തികളെ, ഈ ആത്മാക്കളെ ദൈവം തുറന്നു വിടുകയുള്ളൂ. അതിന്റെ ചിത്രീകരണമാണ് നാം ഇവിടെ കാണുന്നത്. ഇത്രയും മനസ്സിലായോ? വ്യക്തമാണോ? സ്തോത്രം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും വിശദീകരണം വേണോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് സമയം തീർന്നത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. മറ്റൊന്നുമില്ല എങ്കിൽ സ്തോത്രം. ഭൂമിയെ, ലോകത്തെ ഒക്കെ സ്വാധീനിക്കുന്ന വിശുദ്ധന്മാരായി നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കാം. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാം. ദൈവത്തിനുള്ളവരായി നിലനിന്ന് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.